ഞാൻ എപ്പോഴൊക്കെ ഷോർട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആ ടൈമിലൊക്കെ വിചാരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഇന്നൊന്ന് ലോങ് വീഡിയോ ഇട്ടാലോ. പക്ഷെ എന്താ ചെയ്യുക, സാഹചര്യത്തിന്റെ സമ്മർദ്ദം ലോങ് വീഡിയോ കൊണ്ട് ഇടാൻ പറ്റാറില്ല. കാരണം ഞാൻ എടുത്തിട്ടുള്ളതൊക്കെ ഷോർട്സിന്റെ ആ ഒരു ആംഗിളിൽ വെച്ചിട്ടായിരിക്കും. പിന്നെ രണ്ടിനും കൂടെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണല്ലോ അല്ലേ. അപ്പൊ പിന്നെ അതിന് നിൽക്കാറില്ല. ഇപ്രാവശ്യം എന്തായാലും അല്ല, കൂട്ടി കുഴച്ചും മറിച്ചും തിരിച്ചൊക്കെ ഒരു ലോങ് വീഡിയോ ഇടാന്ന് വിചാരിച്ചു. ഇതൊക്കെ പറഞ്ഞിട്ടും എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അപ്പൊ ഇതിന്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ജസ്റ്റ് ഒന്ന് ചില്ലടിക്കാൻ പോവാണ്. ചിലപ്പോൾ ഒരു കറക്കം, ചിലപ്പോൾ ഒരു ഫുഡ് അടി, അത്രേ ഉള്ളൂ. കാരണം കുട്ടികളെ കൊണ്ടുപോകാതെ പോകുന്ന ടൈമിലൊക്കെ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. കാരണം അവർ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ നമ്മൾ വീട്ടിലെത്തണം. കുട്ടികൾ കൂടുതലുള്ള ടൈമിലേ നമുക്ക് സമാധാനത്തിൽ പോയി വരാൻ പറ്റുള്ളൂ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നിട്ടാണ് ഞാൻ ടൗണിലെത്തിയത്. എപ്പോഴൊക്കെ എല്ലാവരും വെയിറ്റിംഗിലായിരുന്നു കേട്ടോ. ഒരാൾ മാത്രം എത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ആളെ വെയിറ്റ് ചെയ്യാനില്ല. അപ്പൊ നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇപ്പൊ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഡെനിമിന്റെ ഒരു കോഴ്സെറ്റാണ് കേട്ടോ നോക്കുന്നത്. സംഭവം നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഫ്രണ്ട്സിനാണ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ 1-2 കൂട്ടൊക്കെ എടുത്തിട്ടാണ് അവിടുന്ന് തിരിച്ചത്. എന്തായാലും ഒരാൾ വരാനുണ്ടല്ലോ, ആ വരുന്നത് വരെയുള്ള ടൈം നമുക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ അതുവരെ നമുക്ക് ഇതങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. അവള് വന്നു കേട്ടോ. അപ്പൊ പിന്നെ ടൈം കഴിഞ്ഞു. അപ്പോഴേക്കും എല്ലാവർക്കും വിശക്കാൻ തൊടുത്തിട്ടുണ്ട് കേട്ടോ. ടൈം ഉച്ചയായിട്ടുണ്ട്. പിന്നെ ഡ്രസ്സിന്റെ ചർച്ചയൊക്കെ മാറിയിട്ട് ഫുഡിലോട്ടായിട്ട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ വിശന്നാൽ നിങ്ങളല്ലാതാവെന്ന് പറയുന്നത് കേട്ടിട്ട് അതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ കേട്ടോ. പിന്നെ വലിയ പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ സ്കൂട്ടി എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഒറ്റയ്ക്ക് പോകുന്നത് ഒരു വൈബല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒപ്പം പോകാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ സ്കൂട്ടി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ രണ്ടാളാണ് കേട്ടോ ഓരോ വണ്ടിയിലും കയറിയിട്ടുണ്ടായിരുന്നത്. പ്ലാൻ ചെയ്ത് ഒരാൾക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഞങ്ങൾക്ക് ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു. എന്നാലും നമ്മൾ പ്ലാൻ ചെയ്തതാണല്ലോ, അപ്പൊ പിന്നെ പോകാതിരിക്കാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം നോമ്പ് വരികയാണല്ലോ, പിന്നെ നമുക്ക് പെട്ടെന്നൊന്നും കൂടാനും പറ്റൂല. നമ്മൾ പരിചയം എന്നുള്ളത് നമ്മൾ ജിമ്മിൽ വെച്ചിട്ട് ഫ്രണ്ട്സ് ആയതാണ്. നമ്മുടെ ഒരു സ്വഭാവം വെച്ചിട്ട് എവിടെ ചെന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ കമ്പനി ആയിട്ടുണ്ടാവട്ടോ. അതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. എന്റേതല്ല, എൻ്റെ കൂടെ ഉള്ളവരുടെ ഒരു പ്രത്യേകത അതാണ്. ഇന്ന് പോകുന്നതിനിടയിൽ കുറച്ചധികം ആളുകൾക്ക് റോഡ് മുറിച്ച് കിടക്കാനുണ്ട്. വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു തിരക്ക് കിട്ടും. അപ്പൊ നമ്മൾ അവിടുന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഷെഫ് പാലാട്ടിലോട്ട് പോകാം. കാരണം കുറേ അധികം ഫുഡ് സ്പോട്ടിൽ നമ്മൾ കയറിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ കയറാൻ പോകുന്നത്. പിന്നെ എല്ലാ സ്ഥലത്തെയും വെറൈറ്റി ഫുഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നമുക്കൊരു ഹോബിയാണ്. ഹോബി എന്നല്ല, ഒരു പ്രത്യേക രസം. പിന്നെന്താന്ന് വെച്ചാൽ ഇന്ന സ്പോട്ട് ഇന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകണമെങ്കിൽ അതൊന്നും നടക്കാറില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്ത് പോകുന്നത്. ഒരു 12-12:30 നമ്മൾ കൂടിയിട്ടുള്ളതെങ്കിലും 3:30 ആകുമ്പോഴൊക്കെ എല്ലാവർക്കും വീട്ടിലെത്തണം. അത്രയും ടൈമുള്ളൂ നമ്മളെ ഇടയിൽ. പക്ഷെ ആ ഒരു ടൈമിൽ നമ്മൾ എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്യണം. അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടി പാർക്കും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു തവണ നമ്മൾ ഒരുമിച്ച് കൂടി ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അടുത്തത് നമ്മൾ എവിടെ കൂടും, എവിടെ പോകും, എന്ത് കഴിക്കും എന്നൊക്കെ തന്നെയാണ്. പിന്നെ ജിമ്മിൽ പോകുന്നെങ്കിലും ഒന്നരാടം തോന്നുമ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പൊ എല്ലാവരുടെയും വരവ്. കാരണം അവർ കണ്ടിന്യൂസ് ഒക്കെ പോയിട്ട് കണ്ടാലുള്ള മെയിൻ സംസാരം തടി കൂടി കുറഞ്ഞു എന്നുള്ളതൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷെ എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചം എല്ലാവരും കൂടിയിട്ടുണ്ട് കേട്ടോ. കാരണം അമ്മാരി ഫുഡ് അടിയും അതുപോലത്തെ പണിയും പരിപാടികളും. അങ്ങനെ ഒരുത്ത് വണ്ടിമെന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഹെൽമെറ്റ് ഊരാൻ മറന്നിട്ടാണ് ബാഗ് എടുക്കുന്നത് കേട്ടോ. എന്താ ചെയ്യുക, ഓരോന്നിന്റെ ഓരോ. പിന്നെ എവിടെ പോകുമ്പോഴും വലിയൊരു കൺഫ്യൂഷനാണ്, ആരാദ്യം കയറുന്ന. എന്നാൽ പിന്നെ എല്ലാവർക്കും ഒപ്പം കയറാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ ഒപ്പം. പക്ഷെ എനിക്കൊരപ്പം കയറാൻ പറ്റൂല, കാരണം ഞാൻ വീഡിയോഗ്രാഫറാണ്. അവരൊക്കെ മുന്നിലോട്ട് വിട്ടിട്ട് ഞാൻ മെല്ലെ പിന്നാലെ വീഡിയോസ് എടുത്ത് പോകുന്നു. എപ്പോഴുള്ളൊരു പരിപാടി തന്നെയാണ്. വീഡിയോസ് എടുക്കുമ്പോൾ ഭയങ്കര മടിയായിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റൂല. നമ്മുടെ ഒരു ഹോബി അതാണല്ലോ. പിന്നെ സ്ഥലം തീരുമാനിക്കാൻ തുടങ്ങി. ഇവിടെ ഇരിക്കാം അവിടെ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞ് എവിടെയായിട്ട് തീരുമാനമാകുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിന് മുന്നേ നമുക്ക് കൈ കഴുകി വരാന്ന് വിചാരിച്ചു. കൈ വാഷ് ചെയ്യാൻ പോയാലാണ് കേട്ടോ. പിന്നെ അടുത്ത സീൻ എന്ന് പറയുന്നത്, അതായത് മിറർ കണ്ടാൽ പിന്നെ നമ്മൾ വിടും. എന്നാൽ പിന്നെ അതിന് മുന്നിൽ വെച്ചിട്ട് കുറച്ച് ഷൈൻ ചെയ്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ അവർ മുന്നിൽ പോയിട്ടുണ്ടല്ലോ. അപ്പൊ അവർ ഓർഡർ ചെയ്തോളൂ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ആ കൈയൊക്കെ നല്ലപോലെ വാഷ് ചെയ്തു. അപ്പൊ അവിടെ എത്തിയപ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവളും വീഡിയോസ് എടുക്കാണ്. ഇങ്ങനെ ഓരോരുത്തരുള്ളത് നമുക്ക് നല്ലതാണ്. കാരണം നമ്മളിങ്ങനെ വീഡിയോസ് എടുക്കാന്നല്ലാതെ നമ്മളെ വീഡിയോസ് എടുക്കാനും വേറെ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ആളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊരു ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഫുഡ് ഓർഡർ ചെയ്യാൻ തന്നെ കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം തീരുമാനം പെട്ടെന്ന് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചതിലും കുറച്ച് അധികം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിചാരിച്ചു ഇതെല്ലാം കൂടെ നമ്മൾ തന്നെ കഴിക്കണ്ടേ, 4 ആളല്ലേ ഉള്ളൂ. പിന്നെ കുറച്ച് സംഭവം നമ്മളാണ് ക്യാൻസൽ ചെയ്തു കേട്ടോ. കാരണം കഴിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ കഴിക്കാമല്ലോ ഒന്ന്. പിന്നെ ഈ മന്തി എന്ന് പറഞ്ഞ സംഭവമൊക്കെ നമ്മൾ ഒരു വട്ടം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് മടുക്കും. വേറെ ഒന്നും നമ്മളെ കൊണ്ട് കഴിക്കാൻ പറ്റൂല. വേറെ എന്ത് നമ്മൾ കഴിച്ചാലും വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. പക്ഷെ മന്തി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആകെ മയങ്ങിയ ഒരു അവസ്ഥയായിരിക്കും. ഇതിന്റെ പുറമെ നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അതൊക്കെ ക്യാൻസൽ ആക്കി. കാരണം അതെല്ലാം കൂടെ നമ്മൾ കഴിക്കാൻ പോകുന്ന ടൈമിൽ നമുക്ക് നല്ല വിശപ്പെന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടെ വാരി ഓർഡർ ചെയ്യാൻ പറ്റുമോ. പിന്നെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നൂൽപ്പൊറാട്ട ആയിരുന്നു കേട്ടോ. ഇതിലൊക്കെ കൂടുതൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് നൂൽപ്പൊറാട്ട തന്നെ ആയിരുന്നു. എല്ലാവരും കൈയിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ വിചാരിച്ചു നൂൽപ്പൊറാട്ട വേണ്ട, 1-2 പറഞ്ഞാൽ മതിയെന്ന്. പിന്നെ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും അതിന് തല്ലായി. മന്തി നമ്മൾ എപ്പോഴും കഴിക്കൊണ്ട് നമുക്ക് വലിയ മന്തിനോട് വലിയ ആർത്തിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിട്ടോ. പിന്നെ അതേപോലെ വന്ന മുതലേ ഫോൺ കോൾ ചെയ്യാൻ കേട്ടോ. കാരണം കുട്ടിനെ ഇട്ടിട്ടാണ് പോന്നിട്ടുള്ളത്. അമ്മായിമ്മയും ഹസ്ബൻഡിനൊക്കെ വീട്ടിലാക്കി. കുട്ടി ഉറങ്ങിയ ഫുഡ് കഴിച്ചു എന്നൊക്കെയാണ് കേട്ടോ വിളിച്ചു ചോദിക്കുന്നത്. അവൾക്കും ഒരു സമാധാനമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ സമാധാനക്കടാണെങ്കിലും നമ്മൾ പുറത്തിറങ്ങും. കാരണം കുട്ടികളെ വീട്ടുകാര് ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞു നിന്നാലേ നമ്മുടെ എൻജോയ്മെന്റും കാര്യങ്ങളും ടൈമൊക്കെ നമ്മളതും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് കറങ്ങാൻ പോകേണ്ട ടൈമിൽ അവരും പോയിക്കോട്ടെ, നമുക്ക് കറങ്ങാൻ പോകേണ്ട ടൈമിൽ നമുക്കും പോകണം. അതായത് നമ്മൾ ലാവിഷായിട്ട് പോകാന്നല്ല കേട്ടോ. അത്യാവശ്യം ജസ്റ്റ് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പുറത്തിറങ്ങുക എന്നുള്ളത് നമുക്കൊരു സമാധാനമാണ്. എന്തായാലും നമ്മൾ വീടിനുള്ളിൽ തന്നെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പുറത്തിറങ്ങി ഇതുപോലെ ഒന്ന് ഫുഡ് അടിക്കുക, കുറച്ച് സംസാരിക്കുക, കുറച്ച് കാഞ്ഞിരപ്പുഴ മലമ്പുഴ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു സ്പോട്ടിലൊക്കെ പോയിരിക്കുക, കുറച്ചൊന്നും ഇങ്ങനെ തണുത്ത കാറ്റും കൊണ്ട് സംസാരിക്കുക. ഇത് നമുക്ക് വേറൊരു വൈബാണ്. പിന്നെ വീട്ടുകാരൊപ്പം പോകുമ്പോൾ വേറൊരു വൈബ്, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ വേറൊരു വൈബാണ് കേട്ടോ.
കേട്ടോ. അപ്പോൾ എല്ലാ വൈബിലും നമ്മൾ കൂടണം. അല്ലാതെ നമ്മൾ കാലാകാലം അടുക്കള ജോലി വീട് ഫുഡ് അത് മാത്രം ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. കുറച്ചൊക്കെ നമ്മൾ പുറത്തിറങ്ങാൻ എൻജോയ് ചെയ്യുക. കാരണം നമ്മൾക്ക് ഇത്രയും കാലം എന്നല്ലേ. അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും കൈ കഴുകാൻ വന്നു. മിററിൻ്റെ മുന്നിൽ തന്നെ കുറച്ച് ടൈമും കൂടെ സ്പെൻഡ് ചെയ്തു. ഈ വക ഐറ്റംസ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തണുത്ത കഴിക്കണമല്ലോ. അത് പിന്നെ നമുക്ക് പിന്നെ ഒരു ജ്യൂസ് ആകാമെന്ന് വിചാരിച്ചിട്ടു. എന്നാൽ പിന്നെ ആ ജ്യൂസ് ഈ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ അനാറിൻ്റെ ജ്യൂസും അങ്ങോട്ട് തീരുമാനം. അതും പറഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് പിന്നെ നമ്മളൊക്കെ കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചധികം ബാലൻസ് ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ നല്ലപോലെ തൊണ്ടവേദന ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല. പക്ഷെ തണുപ്പ് ഒഴിവാക്കിയിട്ടാണ് ഞാൻ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം വീട്ടിൽ വന്നിട്ട് പിന്നെയും ജീവിക്കണമല്ലോ. കാരണം ട്രീറ്റ്മെൻറ്റിലാണ്. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ നിന്നൊന്നും ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. നമുക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അത്രയും വേദനയായിരുന്നു. പിന്നെ ഇവരൊക്കെ കൂടുക എന്ന് പറയുമ്പോൾ നമ്മൾ കൂടിയിട്ടില്ലെങ്കിൽ അത് നമുക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. അങ്ങനെ അതാ നമ്മൾ ചെറിയൊരു എമൗണ്ട് ബില്ലാക്കിയിട്ട് നമ്മൾ അവിടുന്ന് വേഗം സ്ഥലം കാലിയാക്കിയിട്ട് വീണ്ടും നമ്മൾ പറയുന്നത് ഇനി അടുത്തത് എവിടെ കൂടും എപ്പോൾ കൂടും എവിടേക്ക് പോകും എന്നുള്ളതൊക്കെ തന്നെയാണ്. ഇതാ എല്ലാവരും കൂടെ അവിടുന്ന് ഇറങ്ങി എല്ലാവരും കയറിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് തന്നെ വീട്ടിലെത്തണമല്ലോ. ഇനി ഇതുപോലെ ലോങ് വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഇടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പറ്റാറില്ല കേട്ടോ. പറ്റിയാലും ഞാൻ അടുത്തത് പെട്ടെന്ന് തന്നെ അപ്ലോഡ്. അതിൽ സ്പോട്ട് വരുന്നത് നമ്മുടെ നൊട്ടമലയുടെ കുറച്ച് താഴത്തായിട്ടാണ് കേട്ടോ. ഷെഫ് പാലാട്ട്. ഫുഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി സെറ്റായിരുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ.